ഇനി അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സ് സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n ആണെങ്കിൽ അതിൻ്റെ PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/β 1/2 n/2 ഇൻറ്റു 1/√n 1+t²/n റേസ് ടു n+1/2. ഇതിനെ 1+t²/n പവറാണ് n+1/2. ടിയുടെ വാല്യൂസ് -∞ തൊട്ട് +∞ വരെ. ബീറ്റ 1/2 n/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗാമ 1/2 ഇൻറ്റു ഗാമ n/2 അതായത് ആദ്യം ഇതിൻ്റെ ഗാമ എടുക്കുന്നു ഇൻറ്റു ഇതിൻ്റെ രണ്ടാമത്തേൻ്റെ ഗാമ എടുക്കുന്നു ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഗാമ. അതാണ് പറയുന്നത് ബീറ്റ പി ക്യൂ ഈക്വൽ ടു ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ഡിവൈഡഡ് ബൈ ഗാമ പി പ്ലസ് ക്യൂ. അപ്പോൾ ഗാമ എന്ന് പറയുമ്പോൾ എന്തോ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ ഫാക്ടോറിയൽ. അപ്പോൾ p-1 ഫാക്ടോറിയൽ ഇൻറ്റു q-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ p പ്ലസ് q-1 ഫാക്ടോറിയൽ. ഇനിയും സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് കണ്ടു, t ഈസ് ഈക്വൽ ടു 0 ആണ് നടുക്ക് വരുന്നത്. അതിന് സിമെട്രിക്കായിട്ടായിരിക്കും ഗ്രാഫ് വരുന്നത്. ഇത് ബെൽ ഷേപ്ഡ് ഗ്രാഫായിരിക്കും. ഇത് മൈനസ് ആണ്. -t α/2 എന്ന് പറയുമ്പോൾ ഇവിടെ t α/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ അങ്ങോട്ടുള്ള ഏരിയ α/2, ഇതും α/2 ആണെന്നാണ് പറയുന്നത്. ഇനി ടി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് μ1 അതായത് മീൻ എന്ന് പറയുന്നത് 0, വേരിയൻസ് n ഡിവൈഡ് ബൈ n-2. n എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ ഓഡ് സെൻട്രൽ മൊമെൻറ്റ്സും റോ മൊമെൻറ്റ്സും 0 ആണ്. ഓഡ് നമ്പർ വരുന്ന സെൻട്രൽ മൊമെൻറ്റ്സും ഓഡ് നമ്പർ വരുന്ന റോ മൊമെൻറ്റ്സും 0. അതായത് μ1 μ3 μ5 അങ്ങനെ μ2r+1 അതായത് അതിന് കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. r എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ, ഏത് ഇൻറ്റീജറാണോ ആ ഇൻറ്റീജറിൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്തിട്ട് +1 ചെയ്യുമ്പോൾ ഓഡ് നമ്പർ ആണല്ലോ വരുന്നത്, അതെല്ലാം 0 ആയിരിക്കും. അതുപോലെ μ1 μ3 μ5 μ2r+1 0 ആയിരിക്കും. പിന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ MGF എക്സിസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് എക്സ് ബാർ മീനും എസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ടുള്ള ഒരു സാമ്പിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ആ സാമ്പിളിൻ്റെ സൈസ് n ആണ്. ഇത് എടുത്തേക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മ്യൂവും വേരിയൻസ് σ². മീൻ മ്യൂവും വേരിയൻസ് σ² ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തേക്കുന്നു. സ്മോൾ n സൈസുള്ള ഒരു സാമ്പിൾ എടുത്തേക്കുന്നു. ആ സാമ്പിളിൻ്റെ മീൻ എക്സ് ബാറും എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എസ്സും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ. അതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഇതിൻ്റെ സാമ്പിളിൻ്റെ മീനിൽ നിന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n-1. സാമ്പിൾ സൈസിൽ നിന്നും 1 കുറയ്ക്കുന്നത് എന്ത് ഫോളോ ചെയ്യും? സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യും. പിന്നെ x1 ബാറും x2 ബാറും മീൻസും, അതായത് രണ്ട് നോർമൽ പോപ്പുലേഷൻ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും മീൻ മ്യൂവും കോമൺ വേരിയൻസ് σ². രണ്ട് നോർമൽ പോപ്പുലേഷൻ, അതിന് സെയിം മീനും വേരിയൻസും ആണുള്ളത്. മീൻ മ്യൂവും വേരിയൻസ് σ². അതിൽ നിന്നും രണ്ട് സാമ്പിൾ എടുക്കുന്നു. ഒന്നാമത്തെ സാമ്പിളിൻ്റെ സൈസ് n1, അതിൻ്റെ മീൻ x1 ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s1. പിന്നെ രണ്ടാമത്തെ സാമ്പിൾ എടുക്കുന്നതിൻ്റെ സൈസ് n2, അതിൻ്റെ മീൻ x2 ബാർ, അതിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s2. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു അതിൻ്റെ രണ്ടിൻ്റെയും x1 ബാർ മൈനസ് x2 ബാർ എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന രണ്ട് സാമ്പിളിൻ്റെ മീൻ മൈനസ് ചെയ്യുക. ഒന്നിൽ നിന്ന് രണ്ടാമത്തേത് മൈനസ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ n1 s1². ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ് ഇൻറ്റു
ആദ്യത്തേതിൻ്റെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ -1 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരിയൻസ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ സൈസ് ഇൻറ്റു രണ്ടാമത്തേതിൻ്റെ വേരിയൻസ് ഡിവൈഡ് ബൈ രണ്ടിൻ്റെയും സൈസ് തമ്മിൽ ആഡ് ചെയ്യുന്നു ഇൻറ്റു 1 ഒന്നാമത്തേതിൻ്റെ സൈസ് n1 പ്ലസ് 1 രണ്ടാമത്തേതിൻ്റെ സൈസ് n2. ഇത്രയും ഫോളോ ചെയ്യുന്ന എന്തായിരിക്കും? ടി ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 പ്ലസ് n2 മൈനസ് 2. അതായത് ഈ രണ്ട് സാമ്പിളിൻ്റെ സൈസ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 2 കുറയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആദ്യം ഇതിൻ്റെ രണ്ട് സാമ്പിളിൻ്റെ മീൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. ഒന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തേത് മൈനസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ആദ്യത്തേതിൻ്റെ സാമ്പിൾ സൈസ് ഇൻറ്റു ആദ്യത്തേതിൻ്റെ വേരിയൻസ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ സാമ്പിൾ സൈസ് ഇൻറ്റു രണ്ടാമത്തേതിൻ്റെ വേരിയൻസ് ഡിവൈഡ് ബൈ രണ്ടിൻ്റെയും സാമ്പിൾ സൈസ് ആഡ് ചെയ്യുന്നു. പിന്നെ 1 ആ സാമ്പിൾ സൈസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തേത് വരുമ്പം എക്സ് എന്ന് പറയുന്നൊരു റാൻഡം വേരിയബിൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു n01 വൈ ഫോളോ ചെയ്യുന്നത് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് വിചാരിക്കാം. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ടി എന്ന് പറയുന്നൊരു റാൻഡം വേരിയബിൾ എടുക്കുന്നു. ടി ഈസ് ഈക്വൽ ടു x/x. ആദ്യത്തേത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് chi² ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ y ഡിവൈഡഡ് ബൈ chi² ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n. ഇതെന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? ആ ടി ഫോളോ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. പിന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ഇപ്പം to test if the sample's mean x bar differs significantly from the hypothetical value mu of the population variance. പോപ്പുലേഷൻ വേരിയൻസ് അല്ല, പോപ്പുലേഷൻ മീൻ ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ മ്യൂ എന്ന് പറഞ്ഞ് പോപ്പുലേഷൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ആ മീനും നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്ന മീനും വേറെയാണ്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണോ, അതിൻ്റെ ഡിഫറൻസ് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. പിന്നെ രണ്ട് സാമ്പിളിൻ്റെ ഇടയ്ക്കുള്ള സിഗ്നിഫിക്കൻസും ഡിഫറൻസും ടെസ്റ്റ് ചെയ്യാനും ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. പിന്നെ നമ്മൾ ടു ടെസ്റ്റ് ദ significance of observed samples correlation coefficient and sample regression coefficient. അതായത് രണ്ട് കോഎഫിഷ്യൻ്റ് ഉണ്ട്. നമ്മുടെ ഒബ്സർവ്ഡ് സാമ്പിൾ, നമ്മൾ എടുക്കുന്ന ഒബ്സർവ്ഡ് സാമ്പിളിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും പിന്നെ സാമ്പിളിൻ്റെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇതൊക്കെ യൂസസ് പഠിച്ചു വെച്ചാൽ മതി, ഇതൊന്നും നമുക്ക് പഠിക്കാനില്ലെന്ന് തോന്നുന്നു. പിന്നെ ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവ്ഡ് പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, നമ്മുടെ ഇതിന് സാമ്പിൾ എടുത്തതിൽ നിന്നുള്ള പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനും സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. ഇനി അടുത്തത് സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതും ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് n1 n2 എന്നാണ് വരുന്നത്. ഓർഡർഡ് പെയർ n1 n2. ഇഫ് ഇറ്റ്സ് PDF ഈസ് ഗിവൺ ബൈ f of x is equal to n1 by n2 the whole raised to n1 by 2. അതായത് n1 by n2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പവർ വരുന്നത് ആദ്യത്തെ n1 by 2 പിന്നെ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ 2 n1 by 2, n2 by 2 ഇൻറ്റു എക്സ് റേസ് ടു ഇത് തന്നെ ഇതേ പവർ തന്നെ n1 by 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡ് ചെയ്യുന്നു n1 by n2 ഇൻറ്റു എക്സ്. ഇത് ഇത്രയത്തിൻ്റെ പവർ n1 പ്ലസ് n2 by 2. ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, ബാക്കി ഏത് വന്നാലും 0 ആയിരിക്കും. അപ്പം ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്തോ n1 n2 ആണ്. ഇത് ഈ സ്നെഡക്കോസിൻ്റെ കർവിൻ്റെ ഷേപ്പ് വരുമ്പോൾ ഇങ്ങനെ വരുന്ന ബെൽ ഷേപ്ഡ് തന്നെ n1 n2 വരുമ്പം ഈ എഫ് ആൽഫയുടെ മുമ്പത്തെ പോലെ തന്നെ എഫ് ആൽഫ എന്ന് പറയുന്നത് ഈ വാല്യൂവിൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഏരിയ ആയിരിക്കും എടുക്കുന്നത്. ഇനി എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന്
ഇനിയും x1 chi-square ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു, n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിചാരിക്കുക. ഇനിയും x2 ഫോളോ ചെയ്യുന്നത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള chi-square ഡിസ്ട്രിബ്യൂഷനാണ്. x1ഉം x2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ x1 ബൈ n1 ഡിവൈഡഡ് ബൈ x2 ബൈ n2, അതായത് ആദ്യത്തെ റാൻഡം വേരിയബിളിനെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാമത്തെ റാൻഡം വേരിയബിളിനെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ഫോളോ ചെയ്യും? എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് ആദ്യത്തേതിൻ്റെ chi-squareൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും വരുന്നത്. ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് എടുക്കുകയാണ്. ആദ്യത്തേതിൻ്റെ സൈസ് n1ഉം രണ്ടാമത്തേതിൻ്റെ സൈസ് n2ഉം. അതും രണ്ട് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുക. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണെന്നാണ് തന്നേക്കുന്നത്. സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള രണ്ട് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ് എടുക്കുന്നു. n1 സൈസുള്ള ഒരു സാമ്പിളും n2 സൈസുള്ള അടുത്ത സാമ്പിളും. അപ്പോൾ ഈ സാമ്പിളിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യത്തേതിൻ്റെ n1 സൈസുള്ളതിൻ്റെ വേരിയൻസ് വരുമ്പോൾ s1 സ്ക്വയറും n2ൻ്റെ വരുമ്പോൾ s2 സ്ക്വയറും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് n1 s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. സിഗ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വലാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണെങ്കിൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ അല്ലേ, സിഗ്മ സ്ക്വയർ വരുമ്പം. അപ്പോൾ ആദ്യത്തേത് ഇതിൻ്റെ സൈസ്, ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് ഇൻറ്റു ഫസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനല്ല വേരിയൻസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, അതായത് വേരിയൻസ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. രണ്ടാമത്തേതിൻ്റെ അതുപോലെ രണ്ടാമത്തേതിൻ്റെ സൈസ് ഇൻറ്റു രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് ഇൻറ്റു അതിൻ്റെ വേരിയൻസ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ വേരിയൻസ്. അത് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? chi-square ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് ഏത് സാമ്പിളാണ് എടുത്തത് ആ സാമ്പിൾ സൈസിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നത്. പിന്നെ ഇത് രണ്ടും ഇതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇങ്ങനെ എടുത്തു. ഇനി ഇതിൽ നിന്ന് എഫ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ദെൻ എഫ് ഇസ് ഈക്വൽ ടു വേറൊരു സ്റ്റാറ്റിസ്റ്റിക് എടുക്കുന്ന എഫ്. അതെന്ന് പറയുന്നത് ഈ ആദ്യത്തേതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ആദ്യത്തെ സാമ്പിളിൽ നിന്ന് എടുത്ത് ആ സ്റ്റാറ്റിസ്റ്റിക്ക് ഡിവൈഡഡ് ബൈ അതിൻ്റെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ബൈ ഇതും, അതുപോലെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്ക് ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി എഴുതുമ്പം ഇങ്ങനെ വരത്തില്ലേ, n1 s1 സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ, ഇവിടെ ഡിവൈഡ് ബൈ n1 മൈനസ് 1 എന്നാണ്. ഇതിനും ഇങ്ങനെ ഡിവൈഡ് ബൈ n1 മൈനസ് 1 എന്നാണ് വരുന്നത്. അതപ്പം മേളിൽ കൊണ്ടുപോകാം. ഇതിങ്ങനെ വരുന്നത് n1 മൈനസ് 1, ഇതിനെ എല്ലാം കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ശരിക്കും ഇതേ ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, 1 ഉണ്ട്, അത് എഴുതത്തില്ല. n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 മൈനസ് 1, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ വന്നാൽ നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്യാമല്ലോ. വരുമ്പോൾ n1 s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യുന്ന വരുമ്പോൾ ഇൻറ്റു 1 ബൈ n1 ഇങ്ങനെ വരും, 1 ബൈ n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇത് n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 ബൈ n2 മൈനസ് 1. ഇനി ഇത് എടുത്തു കഴിയുമ്പം ഇത് കണ്ടോ, ഇതൊരു ഫ്രാക്ഷൻ, അതേ ഡിവൈഡ് ബൈ അടുത്ത ഫ്രാക്ഷനാണ് വന്നത്. അപ്പോൾ ഇതിനും നമുക്ക് മുമ്പ് ചെയ്ത പോലെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മേളിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? n1 s1 സ്ക്വയർ ഇൻറ്റു 1 അത് തന്നെ ഡിവൈഡഡ് ബൈ ഇതെന്താ വരുന്നത്? സിഗ്മ സ്ക്വയർ ഇൻറ്റു n1 മൈനസ് 1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഈ താഴെ കിടക്കുന്നത് മേളിൽ വരും. സിഗ്മ സ്ക്വയർ n2 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 s2 സ്ക്വയർ. സിഗ്മ സ്ക്വയറും ക്യാൻസലായി പോകുമ്പോൾ n1 ഇൻറ്റു n2 മൈനസ് 1 എന്നിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ചെടുത്ത് എഴുതി ഇൻറ്റു s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ
n2 ഇൻറ്റു n1 മൈനസ് 1 s2 സ്ക്വയർ. ഇതായിരിക്കും ലാസ്റ്റ് വരുന്ന സ്റ്റാറ്റിസ്റ്റിക് എഫിൻ്റേത്. അത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പം ഇതുമായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് ആദ്യത്തെ സാമ്പിളിൽ നിന്ന് 1 കുറയ്ക്കുന്നതും രണ്ടാമത്തെ സാമ്പിളിൽ നിന്ന് 1 കുറയ്ക്കുന്നതും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി അതിൻ്റെ യൂസസ്, രണ്ട് പോപ്പുലേഷൻ വേരിയൻസ് എടുത്താൽ അത് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ ടി അല്ലെന്ന് തോന്നുന്നു. യൂസസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മേളിൽ എഴുതിയല്ലേ, ഇത് എഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. രണ്ട് ഈ പോപ്പുലേഷൻ വേരിയൻസസ് എടുത്താൽ രണ്ട് പോപ്പുലേഷൻ്റെ വേരിയൻസ് എടുത്തിട്ട് അത് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ മീൻ എടുത്തിട്ട് അത് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലീനിയാരിറ്റി ഓഫ് റിഗ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഒബ്സർവ്ഡ് സാമ്പിൾ കോറിലേഷൻ റേഷ്യോ, ഇതെല്ലാം യൂസസ് പഠിച്ചാൽ അപ്പോൾ അത് എന്താണെന്നുള്ളത് പഠിക്കേണ്ട നമുക്ക്. അതായത് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഒബ്സർവ്ഡ് സാമ്പിൾ കോറിലേഷൻ റേഷ്യോ, നമ്മൾ എടുക്കുന്ന ഒരു സാമ്പിളിൻ്റെ കോറിലേഷൻ റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. പിന്നെ ഫോർ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഒബ്സർവ്ഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, നമ്മുടെ ഒരു സാമ്പിളിൻ്റെ സാമ്പിളിന് നമ്മളെടുക്കുന്ന കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പം ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, കുറേ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വരുമ്പം മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി അടുത്തത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അടുത്തത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്. മുമ്പേ നമ്മൾ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എടുക്കുന്നത് ഹോമോജീനസ് പോപ്പുലേഷനിലാണ് സാമ്പിൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇത് ഒരുപാട് ഹെട്രോജീനസ് ആണ് പോപ്പുലേഷൻ എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്. അപ്പോൾ ഈ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ്റെ സൈസ് ക്യാപിറ്റൽ N ആയിരിക്കും. അത് നമ്മളൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ ഓവർലാപ്പിംഗ് ഹോമോജീനസ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് തന്നിരിക്കുന്ന ക്യാപിറ്റൽ N സൈസുള്ള ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പം അത് ഭയങ്കര വലിയൊരു പോപ്പുലേഷൻ ആയിരിക്കും, ഹെട്രോജീനസ് ആയിരിക്കും, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിരിക്കും പോപ്പുലേഷനായിരിക്കും. അപ്പം ആ പോപ്പുലേഷനെ നമ്മൾ ഒരു ഫൈനൈറ്റ് നമ്പർ, അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന പോലത്തെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, നമുക്ക് എത്ര വരെയാണെന്ന് പറയാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട്, അത് നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിലുള്ള യൂണിറ്റ് അല്ലെങ്കിൽ അതിന് എന്താണോ ഉള്ളത്, ഒരു യൂണിറ്റിലുള്ള സാധനം ഒരു ഒരു സബ് ഗ്രൂപ്പിലുള്ള യൂണിറ്റ് അടുത്ത സബ് ഗ്രൂപ്പിൽ കാണത്തില്ല. നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കും. ഒരു സബ് ഗ്രൂപ്പിനകത്തെ സംഭവങ്ങളെല്ലാം ഹോമോജീനസ് ആയിരിക്കും. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഹോമോജീനസ് ആയിരിക്കും. അതാണ് നോൺ ഓവർലാപ്പിംഗ് ഹോമോജീനസ് സബ് ഗ്രൂപ്പ്. വലിയ പോപ്പുലേഷനെ നമ്മൾ കുറേ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സബ് ഗ്രൂപ്പും ഒരു സബ് ഗ്രൂപ്പിനകത്ത് ഉള്ളതെല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോമോജീനസ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ഒരു സബ് ഗ്രൂപ്പിലുള്ള യൂണിറ്റ് അടുത്ത സബ് ഗ്രൂപ്പിൽ ഉണ്ടാവില്ല, ഓവർലാപ്പ് ചെയ്യത്തില്ല. പിന്നെ ആ ഓരോ സബ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റം. ഇപ്പം in stratification, proper classification of the population into various strata and suitable sample size from the each stratum are equally important. അപ്പോൾ ഈ മെത്തേഡിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ തന്നിരിക്കുന്ന പോപ്പുലേഷനെ കുറേ സ്ട്രാറ്റയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്യുകയും വേണം, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യണം. പിന്നെ അതിൽ നിന്നും ആ ഓരോ സ്ട്രാറ്റയിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേപോലത്തെ ഓരോ സ്ട്രാറ്റയിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിൾ സൈസ് എടുക്കുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ്
ആണ്. 2 സംഭവങ്ങളാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് വേരിയസ് സ്ട്രാറ്റ, വേറെ ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാറ്റ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതും ആ ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും നമ്മൾ എത്ര സാമ്പിൾ വെച്ചിട്ട് എടുക്കണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിൾ സൈസ് അതിൽ നിന്നും എടുക്കണം എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു സ്കൂളിലെ ക്ലാസ് 1 തൊട്ട് 12 വരെയുള്ള കുട്ടികളുടെ ഹൈറ്റിനെ പറ്റി പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോപ്പുലേഷൻ ഭയങ്കര ഹെട്രോജീനസ് ആണല്ലോ. അതായത് പല ക്ലാസ്സിലുള്ളവരുണ്ട്, പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോപ്പുലേഷനെ ഹോമോജീനസ് സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒന്നാമത്തെ സ്ട്രാറ്റ എന്ന് പറയുമ്പോൾ LP സ്കൂൾ സ്റ്റുഡൻസ്, രണ്ടാമത്തെ UP സ്കൂള്, മൂന്നാമത്തെ ഹൈസ്കൂള്, നാലാമത്തെ ഹയർ സെക്കൻഡറി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സ്ട്രാറ്റയിൽ നിന്ന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുത്തിട്ട് ഈ സാമ്പിൾ, അതായത് ആദ്യത്തെ സ്ട്രാറ്റ LP സ്കൂളിൻ്റെ അതിനകത്തുനിന്ന് നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് കുട്ടികളെ എണ്ണം എടുക്കുന്നു, അടുത്തതിൽ നിന്ന് എടുക്കുന്നു, അങ്ങനെ 4 എണ്ണത്തിൽ നിന്നും എടുത്ത് ആ 4 കൂടെ ചേർന്ന് വരുന്നതായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ, ഒറിജിനൽ സാമ്പിൾ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിൻ്റെ, റാൻഡം സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും, പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഈ സാമ്പിൾ. പിന്നെ ഇതിന് ഡെലിബറേറ്റ് സെലക്ഷൻ, അതായത് ഒരാൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കാവുന്ന ബയസ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഉണ്ട്. പിന്നെ പ്രിസിഷൻ കൂടുതലായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ബേസിസിലാണോ ഇത് സബ് ഗ്രൂപ്പ് ആക്കുന്നത് ആ ബേസിസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ അത് തെറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഏത് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണോ ഈ തന്നിരിക്കുന്ന പോപ്പുലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ആ ജഡ്ജ്മെൻറ്റ് റിസൾട്ടിൻ്റെ ആക്യുറസിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് വരുമ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അതെന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഓൺലി ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് സെലക്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റാൻഡം നമ്പേഴ്സ് ആൻഡ് ദ റെസ്റ്റ് ബീങ് സെലക്ടഡ് ഓട്ടോമാറ്റിക്കലി അക്കോർഡിംഗ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് പാറ്റേൺ. അതായത് ഈ മെത്തേഡിൽ ആദ്യത്തെ യൂണിറ്റ് മാത്രമാണ് നമ്മൾ റാൻഡം നമ്പർ കൊണ്ട് സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പാറ്റേൺ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നു. അതായത് ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ആൻഡ് സൈസ് ഉള്ളത്. അപ്പോൾ അതിന് ഓരോ പോപ്പുലേഷൻ്റെ യൂണിറ്റിനെ നമ്മൾ നമ്പർ കൊടുക്കുക, 1, 2 തൊട്ട് ക്യാപിറ്റൽ N വരെ കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാമ്പിൾ സൈസ് സ്മോൾ n ആണെങ്കിൽ ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്യുക, ക്യാപിറ്റൽ N = സ്മോൾ n ഇൻറ്റു k എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ, അതായത് സ്മോൾ n സൈസ്, ഈ സ്മോൾ n ഉണ്ടല്ലോ സാമ്പിൾ സൈസിനെ ഏതോ ഒരു ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഏതോ ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിളാണ് സാമ്പിൾ സൈസിൻ്റെ, ഏതോ ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിളാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ്. നമ്മുടെ സാമ്പിൾ സൈസിനെ ഏതോ ഒരു ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് പോപ്പുലേഷൻ സൈസ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 1 തൊട്ട് k വരെ ഉള്ളതിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. k എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. 1 തൊട്ട് k വരെ എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അത് 6 നമുക്ക് എടുക്കാം. അപ്പം ഇനി നമ്മൾ എടുക്കുന്ന യൂണിറ്റ് സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കുമല്ലോ. ഇപ്പോൾ k എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. 10 ആണെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് 1 തൊട്ട് 10 വരെ ഉള്ളതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 5 എന്നാണ് സെലക്ട് ചെയ്യുമെങ്കിൽ 6, അതാണ് 6 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ പോപ്പുലേഷനിൽ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ സീരിയൽ നമ്പറിൽ 6, R+K, R+2K അങ്ങനെ വേണം. അതായത് നമുക്കിപ്പോൾ 5 കിട്ടിയേക്കുന്നതെങ്കിൽ നമ്മൾ 5 6 എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു, ഈ 6 എടുത്തേക്കുന്നത്. അപ്പം 5 എടുത്തു. ഇനി R+K, നമ്മൾ K എടുത്തത് 10 എടുത്തേ. അപ്പം R+K എന്ന് പറയുമ്പോൾ 5+10, അടുത്തത് 15ാമത്തെ സീരിയൽ നമ്പർ വരുന്നത്. ഇനി R+2K എന്ന് പറയുമ്പോൾ 5 + 2 × 5 എന്ന് പറയുമ്പോൾ 10, 5 + 10 15. അങ്ങനെ മനസ്സിലായോ? 5
ആദ്യത്തേത് നമ്മൾ ആ 1 തൊട്ട് k വരെയുള്ളതിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു 5. അതിൻ്റെ കൂടെ നമ്മുടെ ഇൻഡിജർ ആഡ് ചെയ്ത് പോകുന്നു. 5, 15, 25, 35 അങ്ങനെ പോയിട്ട് എന്താ r + n-1 ഇൻറ്റു k വരെ ഉള്ളത് സെലക്ട് ചെയ്യുന്നു. ഇതായിരിക്കും സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് സിമ്പിളാണ്, ഈസിയാണ്, പേഴ്സണൽ ബയസ് ഒന്നും വരത്തില്ല, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെക്കാട്ടിലും എഫിഷ്യൻ്റാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്തോന്ന് പറഞ്ഞാൽ ഇനിയും പോപ്പുലേഷൻ ഹോമോജീനസ് ആണെങ്കിൽ ഈ മെത്തേഡിന് ഒരു മീനിങ്ങും ഇല്ല. മൊത്തം പോപ്പുലേഷൻ ഒരുപോലെ, അപ്പോൾ എവിടെ നിന്ന് എടുത്താലും ഒരേപോലെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഐറ്റംസിനെല്ലാം ഇതിനകത്ത് പറയുന്നത് എല്ലാ യൂണിറ്റ്സ് ഓഫ് ദ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും ഒരു പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഇത് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി, സാമ്പിളിങ്ങിന് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അവിടെയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ ആദ്യത്തെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞ് എല്ലാത്തിനും ഒരേ പ്രോബബിലിറ്റി ആയിരിക്കും. ഇവിടെ അപ്പം ഈക്വൽ ചാൻസ് ആയിരിക്കത്തില്ല എല്ലാം സെലക്ട് ചെയ്യാൻ. ഇനി മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിങ്. ഈ മെത്തേഡിൽ പല സ്റ്റേജ് വഴിയാണ് സാമ്പിളിങ് നടത്തുന്നത്. ഈ മൊത്തം പോപ്പുലേഷനെയും സ്റ്റേജസ് അല്ലെങ്കിൽ സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സ്റ്റേജിൽ നിന്നും കുറച്ച് യൂണിറ്റ്സ് സെലക്ട് ചെയ്യുന്നു. റാൻഡം സാമ്പിളിങ്ങിൻ്റെ ബേസിസിൽ കുറച്ച് യൂണിറ്റ്സ് സെലക്ട് ചെയ്യുന്നു. മുമ്പത്തെ പോലെ തന്നെ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്, അതിനെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ സ്റ്റേജിൽ നിന്നും റാൻഡം സാമ്പിളിങ്ങിൻ്റെ ബേസിസ് വെച്ചിട്ട് കുറച്ച് യൂണിറ്റ്സ് സെലക്ട് ചെയ്യുന്നു. ആ യൂണിറ്റ്സ് ആയിരിക്കും സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അതായത് ഉത്തർപ്രദേശിലെ ലിറ്ററസി റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു ഡിസ്ട്രിക്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. പിന്നെ ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്യുന്നു. ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വില്ലേജ് അല്ലെങ്കിൽ ടൗൺ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് വാർഡ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഹൗസ് ഹോൾഡ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ക്ലസ്റ്റർ. ക്ലസ്റ്റർ സെലക്ട് ചെയ്യുന്ന ഒരു റാൻഡം ബേസിസിലായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ക്ലസ്റ്റർ റിസർച്ചിന് യൂസ് ചെയ്യുന്നതാണ് ജോഗ്രഫിക്കൽ ക്ലസ്റ്റർ. അതൊരു ജില്ല എടുത്താൽ ആ ജില്ലയുടെ പല സ്ഥലങ്ങളുണ്ടായിരിക്കുമല്ലോ, ജോഗ്രഫിക്കലി പല പ്രത്യേകതകളുള്ളത്. അതിനകത്തുനിന്നൊരു ജിയോഗ്രഫിക്കൽ ക്ലസ്റ്റർ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ വേരിയസ് ഡിസ്ട്രിക്ട്സ് ഓരോ ക്ലസ്റ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ റാൻഡം ബേസിസിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് എഫിഷ്യൻ്റ് ആയിരിക്കും. എല്ലാ പോപ്പുലേഷൻ മെമ്പറിനെയും നെയിം ചെയ്യേണ്ട ആവശ്യം റിസർച്ചറിനില്ല. ഈ സൈറ്റിലോട്ട് ട്രാവൽ ചെയ്യുന്നത് കുറയ്ക്കാം. എഡ്യൂക്കേഷണൽ റിസർച്ചിന് ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ ലെസ് എക്സ്പെൻസീവാണ്, മോർ ക്വിക്ക്, കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ അൺഈക്വൽ സൈസസ് ഓഫ് സം ഓഫ് ദ സബ്സെറ്റ് ഈസ് സെലക്റ്റഡ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ സബ്സെറ്റിൻ്റെ അതായത് സാമ്പിൾ ബയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ എടുക്കുന്ന ഈ ക്ലസ്റ്റർ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പല സൈസിലുള്ളതായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുമ്പം അങ്ങനെ വരുമ്പോൾ സാമ്പിൾ ബയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അതാണൊരു ഡിസഡ്വാൻറ്റേജ്. ഇനി വരുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പം പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിലോട്ട് സെലക്ട് ചെയ്യാൻ യൂണിറ്റ്സിന് പ്രോബബിലിറ്റി ഇല്ല, ഒരു സാധ്യതയില്ല എന്നുള്ളത്. അപ്പം ഇത് എളുപ്പമാണ്. ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്, അതായത് ഇത് ആരാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അയാളുടെ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിരിക്കും സാമ്പിൾ സെലക്ഷൻ. അയാളുടെ ചോയ്സിനനുസരിച്ച് ഏതൊക്കെ ഐറ്റം വേണമെന്ന് അയാൾ തീരുമാനിച്ചിട്ട് അതെടുക്കുന്നതാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്. ഇനി കോട്ട സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ
നേരത്തെ ഡിറ്റർമൈൻ ചെയ്തിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലായിരിക്കും ഇതിൽ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത്, സാമ്പിൾ ചെയ്യാനുള്ള പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത്. So that the total sample will have the same distribution of characteristics as the wider population. അതായത് ഈ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു തന്നിരിക്കുന്ന ഒരു ഡേറ്റയിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കാണുമല്ലോ. അപ്പം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഈ സാമ്പിളിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പം മൊത്തം സാമ്പിൾ എടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ പോപ്പുലേഷനിൽ ഏറ്റവും ആദ്യം തന്നിട്ടുള്ള പോപ്പുലേഷനിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ തന്നെ നമുക്ക് ഇവിടെയും സാമ്പിളിലും കിട്ടും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും. അതായത് ഈ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഈ സെലക്റ്റഡ് യൂണിറ്റ്സിനെ ചൂസ് ചെയ്യാം. ഇത് ഒരു ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ആണ്. ഇനി കൺവീനിയൻസ് സാമ്പിളിങ്, ഇത് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ചോയ്സും കൺവീനിയൻസും അയാളുടെ സൗകര്യം അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റി ഒരു റിസർച്ചർ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് പോയി വരാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു മാർക്കറ്റ് അയാൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നാലാമത്തെ എക്സ്റ്റെൻസീവ് സാമ്പിളിങ്, അതായത് പോപ്പുലേഷൻ്റെ അത്രയും തന്നെ വലിയൊരു സാമ്പിൾ എടുത്തിട്ടാണ് എക്സ്റ്റെൻസീവ് സാമ്പിളിങ്ങിൽ പഠിക്കുന്നത്. ഈ മെത്തേഡിന് ആക്യുറസി കൂടുതലായിരിക്കും ലാർജ് സാമ്പിൾ സൈസ് ആകുമ്പോൾ. നമ്മൾ സാമ്പിളിങ് എറർ പഠിച്ചപ്പോൾ പറഞ്ഞു, അതായത് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലാത്ത സാമ്പിൾ വരുമ്പോഴാണ് സാമ്പിളിങ് എറർ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച് സാമ്പിളിൻ്റെ സൈസ് കൂടുന്തോറും സാമ്പിളിങ് എററിൻ്റെ സാധ്യത കുറയും. അപ്പം ഇത് വരുമ്പോൾ ഏകദേശം പോപ്പുലേഷൻ്റെ അത്രയും തന്നെ വലുപ്പമുള്ള ഒരു സാമ്പിൾ എടുക്കുന്നത്. അപ്പം ഇവിടെ സാമ്പിളിങ് എറർ കുറയും. അപ്പം അതാണ് ആക്യുറസി കൂടുകയെന്ന് പറയുന്നത്. ഇനി പർപ്പസീവ് സാമ്പിളിങ്, ഈ മെത്തേഡിൽ നോളജ് ഈസ് ബേസ്ഡ് ഓൺ ദ നോളജ് അബൌട്ട് ദി സ്റ്റഡി ആൻഡ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയുള്ള നമ്മുടെ അറിവ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, ആ പർപ്പസ്, ആ സ്റ്റഡിയുടെ പർപ്പസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിങ്. ആ പേര് പോലെ തന്നെ അതിനൊരു പർപ്പസ് ഉണ്ട്. അതായത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഗെയിംസിനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ സെലക്ട് ചെയ്യുക. അപ്പം അയാൾക്ക് ഫുട്ബോളിനെ പറ്റി നോളജ് ഉള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാളോട് ചോദ്യം ചോദിക്കാം. ഇനി സ്നോബോൾ സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യുന്ന ആളല്ലേ, സ്റ്റഡി ചെയ്യുന്ന ആൾക്ക് അയാൾ വേറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, വേറെ ആൾക്കാരെ നിയമിക്കും ഇത് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനോ. അതായത് സാമ്പിൾ കണ്ടുപിടിക്കാൻ പാടുള്ള സന്ദർഭങ്ങളിലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് സാമ്പിളേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനത്തെ 2 കേസ് വരുമ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേര് ചെയിൻ റെഫേർഡ് സാമ്പിളിങ്. ചെയിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, അതായത് റെഫർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഒരാൾ മറ്റേ ആളെ നിയമിക്കും, അയാൾ സ്റ്റഡി നടത്തും, അയാൾ ഡേറ്റ കളക്ട് ചെയ്ത് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും.